വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അക്കിത. അപ്പൊ ഞാൻ വന്നിരിക്കുന്ന മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ കുറേ നാളായിട്ട് ഞാൻ ഇത് ചെയ്യണം എന്ന് വിചാരിച്ചു നിൽക്കുന്ന വീഡിയോ ആണ്. കാരണം അത്രയ്ക്കും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ക്രീം ഓൾറെഡി ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര നല്ല റെസ്പോൺസ് ആണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ഞാനത് കാർട്ടിൽ കൊടുത്തേക്കാണ് കേട്ടോ. അപ്പൊ അത് നല്ല കുറെ ആൾക്കാർ കണ്ട് കുറെ പേര് യൂസ് ചെയ്ത് നല്ല റിസൾട്ട് ആണെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് DM ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് അതിന്റെ തന്നെ പൗഡർ ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അന്ന് ഞാൻ ഉണ്ടാക്കിയത് കൊലാജൻ ക്രീമാണ്. അപ്പൊ നമുക്കത് ഫ്രിഡ്ജ് വെച്ചോണ്ട് യൂസ് ചെയ്യാനായിട്ട് 1 വീക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് കൊലാജൻ പൗഡർ ആകുമ്പോൾ നമുക്ക് മാസങ്ങളോളം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കൊലാജൻ പൗഡർ ആയതുകൊണ്ട് നമുക്ക് അതിന് തന്നെ ബാത്ത് പൗഡർ ആയിട്ടും ഫേസ് പാക്ക് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് കൊടുക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചു നോക്കണം കേട്ടോ. കാരണം അത് ഓരോന്നോരോന്നും അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഞാൻ എടുത്ത് പറയാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലാഗ് ആവും. അപ്പൊ ഏതൊക്കെ ടൈപ്പ് പൗഡർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്യാതിന്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്കൊരു ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം, ബാത്ത് പൗഡർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ സ്കിന്നിലുള്ള നമ്മുടെ ഡ്രൈനെസ് മാറ്റാനായിട്ടും നല്ലൊരു മോയ്സ്ചറൈസേഷൻ കൊടുക്കാനായിട്ടും അതുപോലെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് 1 ലെവൽ ബ്രൈറ്റ് ആക്കാനായിട്ടും നമ്മൾ ഈ കൊലാജൻ പൗഡർ ഭയങ്കര നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കൊലാജൻ പൗഡർ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇത്രയും പൗഡേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ റോസ് പെറ്റലിൻ്റെ പൗഡറാണ്. നമ്മുടെ റോസ് പൗഡർ നിങ്ങൾക്ക് ഇത് ഹോം മെയ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഹോം മെയ്ഡ് ആയിട്ടുള്ളത് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിശ്വസ്തയുള്ള ബ്രാൻഡിൻ്റെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ ആര്യവേപ്പിലയുടെ പൊടിയാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ പൗഡറാണ്. കസ്തൂരി മഞ്ഞൾ അലർജി ഉള്ളവർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാം. ഇതിന് നമ്മുടെ സാധാ മഞ്ഞളുടേക്കാളും സ്റ്റെയിൻ കുറവാണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓറഞ്ചിൻ്റെ പൗഡറാണ്. എൻ്റെ കയ്യിലുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ളത് തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ ലീഫ് ആൻഡ് റിലീഫിൻ്റെ ബ്രാൻഡിൻ്റെ ആട്ടോ മിക്കതും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ പൗഡറാണ് ഞാനിവിടെ അടുത്തായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി പറയുന്നത് നമ്മുടെ ചാർക്കോളിൻ്റെ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചാർക്കോളിൻ്റെ പൗഡർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കണം കേട്ടോ. വളരെ നല്ലതാണ്. നമ്മൾ ആൽമണ്ട്സ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ ചാർക്കോൾ പൗഡർ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ ഡാർക്ക്നെസ്സും പിഗ്മെൻറ്റേഷനും മാറ്റാനായിട്ട് നമ്മുടെ ചാർക്കോൾ പൗഡർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഡേർട്ടും റിമൂവ് ചെയ്യും. ഇത് നമ്മുടെ ഓട്സിൻ്റെ പൗഡറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്തിട്ട് പൊടിച്ചെടുക്കാം. അല്ലാതെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് പൊടിച്ചെടുക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ ഓട്സിൻ്റെ പൗഡറാണ്. ഞാൻ ഈ ഒരു സ്പൂണിന് 1 സ്പൂൺ വീതമാണ് കേട്ടോ എല്ലാ പൗഡേഴ്സും ഞാനിവിടെ എടുക്കുന്നത്. അടുത്ത് നമ്മുടെ ചാർക്കോളിൻ്റെ പൗഡർ. അപ്പോൾ ചാർക്കോളിൻ്റെ പൗഡർ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഡേർട്ടിനെയൊക്കെ സക്കൗട്ട് ചെയ്ത് കളയാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ റോസിൻ്റെ പൗഡർ ഞാൻ എടുക്കുന്നുണ്ട്. എല്ലാം ഈ ഒരു സ്പൂണാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ആര്യവേപ്പിലയുടെ പൗഡർ. ഇതെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അടുത്ത കസ്തൂരി മഞ്ഞളുടെ പൗഡറാണ് കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ സാധാ കറിക്ക് യൂസ് ചെയ്യുന്ന മഞ്ഞൾ എടുക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മുടെ സ്കിന്നിലൊരു ടിൻറ്റ് പോലെ അത് വരും, അതുകൊണ്ടാണ്. പിന്നെ ഓറഞ്ചിൻ്റെ പൗഡറും ബീറ്റ്റൂട്ടിൻ്റെ പൗഡറും ഞാനിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ 1 വീക്കിലേക്കുള്ള ബാത്ത് പൗഡറാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഫേസിൽ വെച്ചിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി ഇപ്പോൾ അതിൻ്റെ കട്ടകളൊക്കെ ഉടച്ചെടുക്കാനായിട്ട് ഞാൻ നന്നായിട്ട് അരിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമുക്ക് അരിച്ചെടുക്കാൻ നേരത്ത് അതിൻ്റെ കട്ടകളും ലംസൊന്നും കാണത്തില്ല, അതുകൊണ്ടാണ് ഞാനത് അരിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. നിങ്ങളിത് എന്താ പറയുക, പാനിലിട്ട് നമുക്ക് ഡ്രൈ ആക്കി എടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് നമ്മുടെ ഈ പൊടി എന്ന് പറയുന്നത് നന്നായിട്ട് നമ്മളിനി കട്ടകളൊക്കെ മാറ്റി നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് അരിച്ച് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വാഷ്റൂമിലോ നമുക്ക് ബാത്റൂമിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് എന്തിലാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പാല്, തൈര് അങ്ങനത്തെ ഉള്ളതിലൊക്കെ ഉപയോഗിക്കാം. അല്ലാതെ നോർമൽ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടെ എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും പാലിൽ മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും അടിപൊളിയാണ്. അപ്പോൾ ഇത്രയും പൗഡേഴ്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം സ്കിപ്പ് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.